കേരളത്തിലെ SIR കരട് വോട്ടർ പട്ടിക തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. വിവരങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലുണ്ടെന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചിരിക്കുകയാണ്. 24.08 ലക്ഷം പേർ നിലവിലെ പട്ടികയിൽ നിന്ന് പുറത്തായതായും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം സംസ്ഥാനത്തെ 30 ലക്ഷത്തോളം യുവാക്കൾ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടില്ല എന്നും വ്യക്തമാവുകയാണ്. സംസ്ഥാനത്തെ 18 മുതൽ 30 വരെ വയസ്സുള്ള യുവ സമൂഹത്തിൽ 40% പേർ ഇപ്പോഴും വോട്ടർ പട്ടികയിൽ ചേർന്നിട്ടില്ല എന്നാണ് അനുമാനം. CEO ഓഫീസ് നടത്തിയ കണക്കെടുപ്പിലാണ് ഇക്കാര്യം വ്യക്തമായത്. നിലവിലെ വോട്ടർ പട്ടികയിൽ 54 മുതൽ 56 ലക്ഷം പേർ ഈ പ്രായക്കാരാണ്. നിയമസഭാ മണ്ഡലങ്ങൾ അടിസ്ഥാനമാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ കയ്യിലും വോട്ടർ പട്ടിക എത്തിക്കാൻ നീക്കം ആരംഭിച്ചതായും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. പേരുകൾ പരിശോധിക്കാൻ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ വെബ്സൈറ്റായ ceo.kerala.gov.in വോട്ടേഴ്സ് കോർണറിലും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ECI-NET മൊബൈൽ ആപ്പ് voters.eci.gov.in വെബ്സൈറ്റ് എന്നിവ വഴി സൗകര്യമുണ്ട്. 2,78,50,856 ആയിരുന്നു വോട്ടർമാർ. ആകെ 2,54,42,352 വോട്ടർമാരാണ് കരട് പട്ടികയിലുള്ളത്. മരിച്ചവർ 6,49,885, കണ്ടെത്താനാകാത്തവർ 6,45,548, സ്ഥലം മാറിയവർ 8,21,622, 91.35% പൂരിപ്പിച്ച് ലഭിച്ചു. 8.65% അഥവാ 2,48,503 തിരികെ കിട്ടാനുണ്ട്. ഇനിയും പേര് ചേർക്കാൻ യോഗ്യരായവരുണ്ടെങ്കിൽ ഫോം പൂരിപ്പിച്ച് തന്നാൽ ചേർക്കാനാകുമെന്ന് തിരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. പുതുതായി ചേർക്കാനുള്ളവരും പ്രവാസികളായവരും ഫോം 6A പൂരിപ്പിച്ച് നൽകണം. ഇതിനൊപ്പം സത്യവാങ്മൂലവും സമർപ്പിക്കണം. ഇന്നു മുതൽ 1 മാസത്തേക്ക് പരാതികൾ ഉൾപ്പെടെ പരിഗണിക്കും. എല്ലാ ഫോമുകളും വെബ്സൈറ്റിൽ ലഭ്യമാണ്. BLOമാരെ സമീപിച്ചും ഫോമുകൾ പൂരിപ്പിക്കാം. ജനുവരി 22 വരെയാണ് പരാതികളും മറ്റും പരിഗണിക്കുക. ഹിയറിംഗിൽ പരാതി ഉണ്ടെങ്കിൽ 15 ദിവസത്തിനകം ജില്ലാ കളക്ടർക്ക് അപ്പീൽ നൽകാം. അതിലും പരാതിയുണ്ടെങ്കിൽ 30 ദിവസത്തിനകം ചീഫ് ഇലക്ടറൽ ഓഫീസറെ സമീപിക്കാം. കരട് വോട്ടർ പട്ടിക പരിശോധിച്ച് വോട്ടുണ്ടോ എന്ന് എല്ലാവരും ഉറപ്പിക്കണമെന്നും രത്തൻ ഖേൽക്കർ പറഞ്ഞു. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തി 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള കരട് പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ 2.78 കോടി വോട്ടർമാരിൽ 24.08 ലക്ഷം പേരാണ് പുറത്തായത്. എന്യൂമറേഷൻ ഫോം സമർപ്പിച്ചവരിൽ 2002 മുൻ SIR പട്ടികയുമായി കൂട്ടിയിണക്കാനുള്ള വിവരങ്ങൾ നൽകാനാകാതെ പോയ 19.32 ലക്ഷം പേരിൽ ഭൂരിഭാഗവും ഹിയറിംഗിന് ഹാജരാകേണ്ടി വരുമെന്നും വ്യക്തമായിരിക്കുകയാണ്. അതത് നിയമസഭാ മണ്ഡലത്തിലെ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർ വിവരങ്ങൾ പരിശോധിച്ചാകും നടപടി സ്വീകരിക്കുകയെന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. ഹിയറിംഗിന് ഹാജരാകേണ്ടവർക്ക് ബൂത്ത് ലെവൽ ഓഫീസർമാർ വീട്ടിലെത്തി നോട്ടീസ് നൽകും. തൃപ്തികരമായ വിശദീകരണവും രേഖകളുമായാണ് ഹാജരാകുന്നതെങ്കിൽ അന്തിമ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തും. ഇന്നു മുതൽ ഫെബ്രുവരി 14 വരെയായിട്ടായിരിക്കും ഇതിനുള്ള നടപടികൾ. ഹിയറിംഗിന് ശേഷം ഒഴിവാക്കപ്പെടുന്നവർക്ക് 15 ദിവസത്തിനകം കളക്ടർക്ക് 1ാം അപ്പീലും ഇതിലും ഉത്തരവ് പ്രതികൂലമാണെങ്കിൽ 30 ദിവസത്തിനകം CEOയ്ക്ക് 2ാം അപ്പീലും നൽകാം. അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി 21 പ്രസിദ്ധീകരിക്കും. കരട് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരിൽ വോട്ടർമാരാകാൻ യോഗ്യരായവരുണ്ടെങ്കിൽ പുതിയ അപേക്ഷകൾ സമർപ്പിക്കാമെന്ന് CEO നിർദ്ദേശിച്ചിട്ടുണ്ട്. SIR എന്യൂമറേഷൻ ഫോമിലെ വിവരങ്ങൾ അപൂർണമായതിനാൽ ഹിയറിംഗിന് ഹാജരാകേണ്ടവർക്ക് ബൂത്ത് ലെവൽ ഓഫീസർമാർ വീട്ടിലെത്തി നോട്ടീസ് നൽകും. എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ചതിലെ അപാകതകളും മറ്റും നോട്ടീസിൽ പരാമർശിക്കും. നോട്ടീസിന്റെ ഒരു പകർപ്പ് കക്ഷിക്ക് നൽകി അസൽ ഒപ്പിട്ട് വാങ്ങി BLOമാർ അവരുടെ ആപ്പ് വഴി EROയ്ക്ക് അപ്ലോഡ് ചെയ്യും. തുടർന്ന് നിശ്ചിത ദിവസം EROയ്ക്ക് മുന്നിൽ വ്യക്തി ഹാജരാകുമ്പോൾ BLOയുടെ സാന്നിധ്യം ഉണ്ടാകും. എന്യൂമറേഷൻ ഫോമിലെ വിവരങ്ങൾ മാപ്പ് ചെയ്യുന്നതിൽ BLOമാരുടെ ഭാഗത്തു നിന്നോ സോഫ്റ്റ്വെയറിലെ പ്രശ്നങ്ങൾ മൂലമോ പാകപ്പിഴകൾ വന്നിട്ടുണ്ടെങ്കിൽ അവ പരിഹരിക്കാനും BLOമാർക്ക് നിർദ്ദേശമുണ്ട്. അത് ഈ ആഴ്ച പൂർത്തിയാക്കും. ഈ നടപടികൾ നിർവഹിക്കുന്നതിന് BLOമാർക്കുള്ള ഡ്യൂട്ടി ഓഫ് ജനുവരി 22 വരെ നീട്ടി. ഹിയറിംഗ് നടപടികൾക്കായി 1000ഓളം ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളതെന്ന് CEO അറിയിച്ചു. ഇതിൽ 140 മണ്ഡലങ്ങളിലെ EROമാരും 145 അസിസ്റ്റന്റ് EROമാരും ഉൾപ്പെടുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.